വീടിനും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിനും തീയിട്ടതായി പരാതി. വട്ടോളിപ്പറമ്പ് കല്ലുവെട്ടുകുഴിയിൽ ശ്രീദേവിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി 10:30-ഓടെയാണ് സംഭവം. വീട് പുറത്തു നിന്ന് പൂട്ടി തീയിട്ടതോടെ കുടുംബം വാതിൽ പൊളിച്ച് രക്ഷപ്പെടുകയായിരുന്നു. മുക്കം നഗരസഭയിലെ വട്ടോളിപ്പറമ്പ് കല്ലുവെട്ടിക്കുടിയിൽ ശ്രീദേവിയുടെ വീടിനും വീടിന് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിനുമാണ് തീയിട്ടത്. വെള്ളിയാഴ്ച രാത്രി 10:30-ഓടെയാണ് സംഭവം. ശ്രീദേവിയുടെ മരുമകൻ സതീഷ് ചന്ദ്രൻ്റെ KL 12G 1228 ബജാജ് ഡിസ്കവർ ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു. ബൈക്കിൽ നിന്ന് തീ വീട്ടിലേക്ക് ആളിപ്പടരുകയായിരുന്നു. വീടിൻ്റെ വയറിംഗ് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളും കത്തി നശിച്ചു. മുക്കം ഫയർഫോഴ്സ് നേതൃത്വത്തിൽ ഒരു യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. തീ കത്തിയപ്പോൾ ശ്രീദേവിയുടെ മകൾ ശ്രീദിവ്യയും മരുമകനും സഹോദരിയും 3 കുട്ടികളും വീട്ടിനകത്തുണ്ടായിരുന്നെങ്കിലും പുറത്തുനിന്ന് ആരോ വാതിൽ പൂട്ടിയതിനാൽ തള്ളി തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ ഇവർ മണാശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവവുമായി ബന്ധപ്പെട്ട് മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബൈക്ക് കത്തിച്ചപ്പം ഒരു വെള്ളം ഒഴിക്കാൻ ഞങ്ങൾ കഴിയുന്നില്ല. അപ്പോഴേക്ക് ഇതൊക്കെ ഒരു ഓഫാക്കിയിരിക്കുന്നു. അങ്ങനെ അകത്ത് നിന്നിട്ട് പുക സൂക്ഷിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. 10 മണിക്ക് ഒരു 12 മണിക്ക് ഇടയ്ക്ക് ഇവൻ വന്നിട്ട് വണ്ടിക്ക് തീ വെച്ച് കഴിഞ്ഞിട്ട് ഒരു രക്ഷയിലാണ്. അത് കെടുത്താൻ നമ്മൾ ശ്രമിക്കുമല്ലോ. അപ്പോൾ അവൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കറണ്ട് അവൻ ഓഫാക്കി, വെള്ളം അവൻ ബ്ലോക്ക് ചെയ്തു, ബാക്കത്തെ വാതിൽ അവൻ പൂട്ടി. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഈ കത്തുന്ന പുക മുഴുവൻ റൂമിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് അത് ബുദ്ധിമുട്ടായി. അമ്മയ്ക്ക് ദേഹാസ്വസ്ഥ്യം വന്ന ആശുപത്രിയിലായി. കോഴിക്കോട് നിന്നെത്തിയ വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. ബൈക്കിന് തീയിടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പെട്രോൾ നിറച്ച കുപ്പിയും മറ്റ് സാമഗ്രികളും പോലീസ് കണ്ടെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.